ജനങ്ങളെ പറ്റിച്ച് വീട്ടിലോട്ട് അരി വാങ്ങുന്ന പരിപാടി ഇനി നടക്കാൻ പോകുന്നില്ല കേട്ടോ. ആ ഒരു സംഭവം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് പാടെ അങ്ങോട്ട് നിർത്തിക്കോ. വേറെ ഒന്നും പറയാനില്ല കേട്ടോ. നമസ്കാരം ഗൈസ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ യൂട്യൂബിൻ്റെ റൂൾസൊക്കെ മാറി ഇങ്ങനെ വരുന്നുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നിരന്തരം ഒരുപാട് വീഡിയോസ് കാണാറുമുണ്ട്. അതായത് ചപ്പ് ചവറുകൾ പോലെ ഒരുപാട് വീഡിയോസ് വെറുതെ, അതായത് ഒരു പ്രയോജനമില്ലാതെ ചെയ്തു കൂട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് നല്ല രീതിക്ക് പണി വരാൻ പോകുന്നത്. സാധാരണമായിട്ട് വീഡിയോ ചെയ്തു പോകുന്ന ആൾക്കാർക്കൊന്നും യാതൊരുവിധ പേടിയും വേണ്ട. പക്ഷേ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക്സ് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന തംബ്നെയിൽ വരെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ ജൂലൈ 15 തൊട്ട് പ്രാബല്യത്തിൽ വരാൻ പോകുന്ന യൂട്യൂബിൻ്റെ നിയമങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് കഠിനപ്പെട്ട നിയമങ്ങളാണ്. ഒരുപാട് മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്ക് പോലും പണി കിട്ടാവുന്ന ബെസ്റ്റ് ഒരു സംഭവം തന്നെയാണ് യൂട്യൂബ് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു മുട്ടൻ പണിയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. നമുക്കിപ്പോൾ അറിയാം, ദിവസം തോറും ഇപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങുന്ന ആൾക്കാർ കൂടി വരികയാണ്. സോഷ്യൽ മീഡിയക്കാർ ഇപ്പം കൂടി വരികയാണെന്നുള്ള സംഭവം നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ഇപ്പോൾ ഇത്തരത്തിലുള്ള റൂൾസുകളും മുറുക്കി കൊണ്ടുവന്നെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചപ്പ് ചവറുകൾ പോലെ വീഡിയോസ് ചെയ്യുക, ഒരു പ്രയോജനവും ഇല്ലാതെ, അതായത് കാണുന്ന ജനങ്ങൾക്കോ യൂട്യൂബിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അപ്പാടെ കോപ്പി ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പരിപാടി, പാർട്ടായിട്ട് വീഡിയോസ് ചെയ്യുന്ന കഷ്ണം വീഡിയോകളാക്കി നിങ്ങൾ ചെയ്യുന്ന പരിപാടികൾ, അതിൻ്റെ അകത്ത് നിങ്ങളുടെ വീഡിയോ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന പരിപാടികൾ. അതുപോലെ തന്നെ ഏതെങ്കിലും ഉള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ മ്യൂസിക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സിനിമാ പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോസിന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന പരിപാടികളും പാടെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ചെയ്തു കഴിഞ്ഞാൽ പഴയ പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുമെന്നുള്ള കാര്യം വിചാരിക്കേണ്ട. തുടരെ നിങ്ങളൊരു 3 വട്ടമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, 100% ആണ് ഇപ്പോഴത്തെ റൂൾസ് വെച്ച്. മുന്നേയൊക്കെ ആണെങ്കിൽ നമുക്ക് ചാൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വന്ന റൂൾസ് പ്രകാരം ടെർമിനേറ്റ് തന്നെയാണ് ആവാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പൈസ കിട്ടില്ല, നിങ്ങളുടെ വീഡിയോസ് കയറി പോകാനും ചാൻസ് ഇല്ല. തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ മ്യൂസിക്സ് എടുത്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള സൈറ്റുകളിൽ നിന്നൊന്നും നിങ്ങൾ മ്യൂസിക്സ് എടുത്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് മാത്രം എടുക്കുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി പേസ്റ്റ് ആയിട്ട് അവിടെ ഇട്ടേക്കുക. ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മ്യൂസിക്സ് ഇല്ലാതെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നിങ്ങളിപ്പം വലിയ യൂട്യൂബർമാർ, ഇപ്പം ഫിറോസ് ചുറ്റിപ്പാറ, അതുപോലെ തന്നെ നമ്മുടെ എംഫോടെക്കിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും അവരൊന്നും ഇപ്പം മ്യൂസിക്സ് തന്നെ ഉപയോഗിക്കുന്നില്ല. കാരണം കോപ്പിറൈറ്റ് എങ്ങാനും വരുമോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിനൊക്കെ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് കയറിപ്പോയ വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള പൈസയിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കോപ്പിറൈറ്റ് ആ വീഡിയോക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ മില്യൺ കണക്കിന് ആ വ്യൂസ് വന്ന ആ ഒരു സംഭവം അത് ആരുടെ ക്രിയേറ്റിവിറ്റി ആണോ അല്ലെങ്കിൽ അത് ആരുടെ മ്യൂസിക്സ് ആണോ നിങ്ങൾ ഉപയോഗിച്ചത്, അതിൻ്റെ യഥാർത്ഥ ആൾക്കാർക്കാണ് അതിൻ്റെ 80% റവന്യൂ കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്കൊരു 20% മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് തന്നെ കൺഫേം ഒന്നുമല്ല. അപ്പം വലിയ രീതിക്കുള്ള പ്രശ്നമാണ്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കോപ്പി റൈറ്റ്സ് യൂട്യൂബ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യമൊന്നും തന്നെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾ മില്യൺ കണക്കിന് വന്ന വ്യൂസിൻ്റെ നിങ്ങളുടെ ആ വരുമാനം അതിൻ്റെ യഥാർത്ഥ ഓണർക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, മറ്റുള്ള ആൾക്കാർ ചെയ്തു വെച്ച വീഡിയോസ് പാർട്ടായിട്ടൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിൽ ചെയ്തിട്ട് വീട്ടിലോട്ട് അരി മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി തുടക്കക്കാർക്കാണെങ്കിലും കൂടി ചപ്പ് ചവറ് പോലെ വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് ചാനൽ റീച്ച് ആക്കാമെന്നോ അല്ലെങ്കിൽ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ അങ്ങോട്ട് ഒലത്തിക്കളയാമെന്നോ ഒക്കെ വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവവും പാടെ നിർത്തിക്കോ. കാരണം നടക്കില്ല. ഇപ്പം വന്ന റൂൾസ് പ്രകാരം നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റൂ. അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ളൊരു സംരംഭത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഒന്നാമത്തത്, നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മാക്സിമം നല്ല രീതിക്ക് ആ വീഡിയോ ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണം. കാരണം ഇപ്പോൾ ഒരുപാട് ചാനലുകളും ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
നല്ല രീതിക്കുള്ള ക്വാളിറ്റിയും കാര്യങ്ങളുള്ള വീഡിയോസ് മാത്രമേ യൂട്യൂബ് പരിഗണിക്കുകയുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അതായത് വീഡിയോയിൽ നിങ്ങളുടെ വീഡിയോയുടെ വോയിസ് ക്ലാരിറ്റി, ആദ്യം ഞാൻ പറഞ്ഞത് വീഡിയോ ക്ലാരിറ്റിയാണ്, ഇപ്പം പറയുന്നത് വോയിസ് ക്ലാരിറ്റിയാണ്. നിങ്ങൾ പറയുന്ന കാര്യം മറ്റുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റണം, എന്താണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെന്ന്. അതായത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ രീതിക്കുള്ള മ്യൂസിക്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നിങ്ങൾ പറയുന്നത് ഒരു പൊടി പോലും ആൾക്കാർക്ക് കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസിനൊന്നും യൂട്യൂബിന് റീച്ച് തരില്ല. അതിന് നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട. നമ്മൾ പറയുന്ന കാര്യം നല്ല രീതിക്കുള്ള വോയിസ് ക്ലാരിറ്റി, അതെന്താണ് എന്ന് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ കാണുന്ന ജനങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോസ് മാത്രമേ യൂട്യൂബ് പരിഗണിക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കോമാളിത്തര കാണിച്ച് വെറുതെ ശ്രദ്ധ പിടിക്കാമെന്നാണ് വിചാരമെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും റീച്ചും ഉണ്ടാവില്ല, അതിനൊരു തരത്തിലും പരിഗണിക്കുകയില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരം, അതായത് ആന മണ്ടത്തരം തന്നെ പറയണം, അത് സത്യമായിട്ട് നിങ്ങൾ എടുത്തൊഴിവാക്കണം. ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചാനൽ, അതായത് കാണുമ്പോൾ എന്താണ് ഈ സംഭവം എന്ന് അറിഞ്ഞ് ക്യൂരിയോസിറ്റി തോന്നി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇനി പറ്റൂല. കാരണം അത് 3 വട്ടം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചാനൽ തന്നെ ടെർമിനേറ്റ് ആവും. അതായത് നമ്മുടെ തംബ്നെയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ തംബ്നെയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, അതായത് ആ വീഡിയോവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആയിരിക്കില്ല. വീഡിയോ വേറെ ഏതോ ഒരു വീഡിയോ ആയിരിക്കാം, നിങ്ങൾ കൊടുത്ത തംബ്നെയിൽ വേറെ എന്തെങ്കിലും ഒരു തംബ്നെയിലായിരിക്കാം. അതായത് ജനങ്ങളെ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ക്ലിക്കിനെ ഇനി യൂട്യൂബ് പരിഗണിക്കുന്നതല്ല. അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടൻസുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തംബ്നെയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഇനി ഒരിക്കലും യൂട്യൂബ് പരിഗണിക്കുന്നതല്ല. ഇത്തരത്തിൽ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടൻറ്റ്, അതായത് തംബ്നെയിൽ നിങ്ങൾ 3 വട്ടം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ അടിച്ചു പോകും. ചിലപ്പോൾ അല്ല, 100% ആയിട്ട് നിങ്ങളുടെ ചാനൽ അടിച്ചു പോകും. തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയില്ല, നിങ്ങളുടെ ആ ചാനൽ തന്നെ ഡിസേബിൾ ആവും. ഇനിയിപ്പോൾ മോണിറ്റൈസേഷനൊക്കെ കിട്ടി നിങ്ങൾ റവന്യൂ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് തീരാ നഷ്ടമായിരിക്കും. കാരണം ആ വീഡിയോസും അല്ലെങ്കിൽ മില്യൺ കണക്കിനൊക്കെ പോയ വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ ഡിസേബിൾ ആയി പോകുന്നത്. ചിലപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു റീച്ചുള്ള ചാനലും പോയി കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ആന മണ്ടത്തരങ്ങളൊന്നും ഇനി ആരും ചെയ്യരുത്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് അത് പരിഗണിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂട്യൂബ് റൂൾസ് ടൈറ്റ് ആക്കാനുള്ള മെയിൻ കാരണവും ചപ്പ് ചവറുകൾ പോലെ വീഡിയോസ് ഇടുന്നത് കൊണ്ടാണ്. അതായത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ല. ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങളോ വാഹനം കൊണ്ട് എന്തെങ്കിലും സാഹസികത കളിക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും ആർക്കും ഒരു കാര്യങ്ങളും ഇല്ല. ഒരുപാട് സാഹസികതയൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാനും പാടില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു സംഭവം ജനങ്ങൾ അനുകരിക്കാൻ ഇടയായി കഴിഞ്ഞാൽ വലിയൊരു അപകടം തന്നെ സംഭവിക്കാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി യൂട്യൂബ് പരിഗണിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോസിന് വലിയ രീതിക്കുള്ള പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളിപ്പോൾ ഒരു ചാനൽ ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് നിങ്ങൾ ലക്ഷക്കണക്കിനോ നിങ്ങൾ 2 ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ മില്യൺ കണക്കിനോ ഒക്കെ സബ്സ്ക്രൈബർ ആയി മാറിയ നിങ്ങളുടെ ചാനലാണെങ്കിൽ നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ കഷ്ടപ്പാടുമാണത്. ആ കഷ്ടപ്പാട് കൊണ്ട് നിങ്ങൾ വാങ്ങുന്ന റവന്യൂ ആണത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് ആ റവന്യൂ മിസ്സാവും, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ ഒരു ചാനലും പോയി കിട്ടും. രണ്ടാമതൊരു ചാനൽ നിങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. യൂട്യൂബ് അത് കൃത്യമായ രീതിയിൽ പരിഗണിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്തിങ് തരുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളായിരിക്കണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇൻഫർമേഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കണം. അതായത് ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒന്നിക്കൽ നല്ല രീതിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റണം, ചിരിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് ടിപ്സ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു തരത്തിലും പ്രയോജനമില്ലാത്ത വെറുതെ തെറി വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ വാഹനങ്ങളെ കൊണ്ട് സാഹസികത കാണിച്ചുകൊണ്ടോ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കണ്ടൻസും ഇനി തൊട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് വാല്യുബിൾ അല്ല. നിങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ മാറ്റിപ്പിടിച്ചോ, അല്ലെങ്കിൽ ആ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ. കാരണം അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പം 15 തൊട്ട് വരുന്ന റൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ട പോലുള്ള യൂട്യൂബിൻ്റെ റൂൾസൊന്നും അല്ല അത്. അപ്പോൾ അതുകൊണ്ട് നല്ല വീഡിയോസ് മാക്സിമം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിപ്പം ഒരുപാട് ഇതിൻ്റെ അകത്ത് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഐഡിയ എന്താണ്,
നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് കണ്ടന്റ് ആക്കുക, നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൊബൈൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നല്ല വോയിസ് ക്ലാരിറ്റി എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യം നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള വോയിസ് ക്ലാരിറ്റി നിങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരിക. ഒരു നിശ്ചിതമായിട്ടുള്ള സമയത്ത്, അതായത് വൈകുന്നേരം ഒരു 6 മണിക്കോ അല്ലെങ്കിൽ ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ അത് ഉപകാരമാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി ആ ഒരു സമയം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇനി ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ ഈ ഒരു സമയമാകുമ്പോൾ എല്ലാവരും ക്ലോസ്ഡായി വീട്ടിലെത്തുന്ന ഒരു സമയമാണ്. ഈ സമയം ഒന്ന് റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇതിൽ തന്നെയാണ് ആക്റ്റീവായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോസ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ആ സമയത്ത് പബ്ലിക് ആക്കുന്ന തരത്തിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ചാനൽ ശ്രദ്ധിക്കാനും അതോടൊപ്പം നല്ല രീതിക്ക് തന്നെ ഗ്രോത്തിങ് കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും സെക്കൻഡ് സാറ്റർഡേകളിലും അതുപോലെ തന്നെ ഹർത്താൽ അങ്ങനെ പൊതു ലീവ് എപ്പോഴൊക്കെയാണോ വരുന്നത് ആ സമയങ്ങളൊന്നും നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ടൈറ്റിലുകളും അതുപോലെ നല്ല രീതിക്ക് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം തംബ്നെയിൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള തംബ്നെയിൽ മാത്രമേ നിങ്ങൾ വെക്കാവൂ. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തംബ്നെയിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ 3 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. 3 തവണ തുടർച്ചയായിട്ട് അതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തംബ്നെയിലുകൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനൊന്നും ആരും നിൽക്കണ്ട. വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക. എന്താണോ നിങ്ങളുടെ കഴിവ് ആ കഴിവ് നിങ്ങൾ ജനങ്ങളിലോട്ട് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തംബ്നെയിൽ നല്ല രീതിക്കുള്ള വീഡിയോയുമായി ബന്ധപ്പെട്ട തംബ്നെയിൽ മാത്രം വെക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പരമാവധി മ്യൂസിക്സിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുക. ഇനി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് എടുക്കുക. ഇനി ഈ പറയുന്ന മ്യൂസിക്സ് എടുത്താലും നിങ്ങളുടെ വോയിസ് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് സൗണ്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ വെക്കുക. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തം കണ്ടന്റുകൾ മാത്രം, ഒരാളും പോസ്റ്റ് ചെയ്ത വീഡിയോ എടുത്ത് നിങ്ങൾ റീപോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പം വന്ന റൂൾസ് നിങ്ങൾക്ക് വലിയ രീതിക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ബാധിക്കില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാ അറിവും എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറിയാത്ത ആൾക്കാർക്കും തുടക്കക്കാർക്കും നിങ്ങൾ ഈ ഒരു കാര്യം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.